ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പരീക്ഷാഫലം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത്. 10 കഴിഞ്ഞാൽ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ നമ്മളൊരു വീഡിയോ സീരീസ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന കേരള ഹയർ സെക്കൻഡറി അഥവാ +2 പഠനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? എങ്കിൽ നെക്സ്റ്റ് ചാനലിൽ ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ +2 പഠനത്തെക്കുറിച്ചും അതിലെ വിവിധ കോമ്പിനേഷനുകളെക്കുറിച്ചുമാണ്. ആദ്യം, എന്തുകൊണ്ട് +2? 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് കേരളത്തിൽ ലഭ്യമായ ഏറ്റവും പ്രധാന പഠന മേഖലയാണ് ഈ +2 എന്ന് പറയുന്നത്. 2 വർഷത്തെ ഈ കോഴ്സ് നിങ്ങളുടെ കരിയറിലെ വലിയൊരു അടിത്തറയാണ്. കേരള ഹയർ സെക്കൻഡറി ബോർഡ് കൂടാതെ CBSE, ICSE തുടങ്ങിയ ബോർഡുകളും +2 കോഴ്സുകൾ നടത്തുന്നുണ്ട്. ആദ്യമായി വിഷയങ്ങളുടെ ഘടന എന്താണെന്ന് നോക്കാം. ഹയർ സെക്കൻഡറിയിൽ ആകെ 6 വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. അതിൽ ഒരു ഭാഷാ വിഷയമായിട്ട് ഇംഗ്ലീഷ് നിർബന്ധമാണ്. കൂടാതെ 2ാം ഭാഷയായിട്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി, അറബി, സംസ്കൃതം, ഉറുദു അങ്ങനെ തുടങ്ങി കുറേ കോമ്പിനേഷൻസിലുള്ള ഭാഷാ വിഷയങ്ങളിൽ നമുക്ക് ഓപ്ഷണലായിട്ട് ഒരു ഭാഷാ വിഷയം തിരഞ്ഞെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 4 ഓപ്ഷണൽ വിഷയങ്ങളാണ് ഉണ്ടാവുക. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് 4 പ്രധാന വിഷയങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ പ്രധാന സ്ട്രീമുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹയർ സെക്കൻഡറിയിലെ പ്രധാനമായി 3 ഗ്രൂപ്പുകളിലായിട്ട് 45 കോമ്പിനേഷനുകൾ നമുക്ക് ലഭ്യമാണ്. 3 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പാണ്. സയൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ്, മെഡിക്കൽ, IT തുടങ്ങിയ മേഖലയിലൊക്കെ ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് തീർച്ചയായും സയൻസ് ഗ്രൂപ്പാണ്. ഇതിൽ 9 കോമ്പിനേഷനാണ് വിഷയങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത്. 9 കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലുള്ള പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ്, ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയതാണ് ഈ സബ്ജക്റ്റുകൾ. ഇവയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 വീതം സെലക്ട് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള 9 കോമ്പിനേഷനുകൾ നിലവിൽ +2ന് അവൈലബിൾ ആണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഈ സബ്ജക്റ്റുകളിൽ നിന്ന് 4 നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ സബ്ജക്റ്റുകളും എല്ലാ സ്കൂളുകളിലും അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള വിഷയങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകൾ നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിഷയമുണ്ട്. അടുത്തതായിട്ട് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിവിൽ സർവീസ്, സോഷ്യൽ വർക്ക്, ടീച്ചിങ് നമുക്ക് സയൻസ് സബ്ജക്റ്റുകൾ ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ടീച്ചിങ്, ജേർണലിസം തുടങ്ങിയ മേഖലയിലാണ് നിങ്ങൾ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടൊരു കോമ്പിനേഷനാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ 32 കോമ്പിനേഷനുകൾ അവൈലബിൾ ആണ്. 32 എണ്ണത്തിൽ പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, സൈക്കോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി, ആന്ത്രപ്പോളജി തുടങ്ങിയതാണ് ഈ സബ്ജക്റ്റുകൾ. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ 32 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഈ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 4 വീതം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്കൂളുകളിലും ഈ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മുടെ കൊമേഴ്സ് ഗ്രൂപ്പാണ്. കൊമേഴ്സ് ഗ്രൂപ്പിൽ നിങ്ങളുടെ താല്പര്യങ്ങൾ ബാങ്കിങ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് തുടങ്ങിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കൊമേഴ്സ് ഗ്രൂപ്പ്. ഇതിൽ 4 കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലുള്ള പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയാണ് ഇതിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. ഈ കൂട്ടത്തിൽ നിന്ന് നമ്മൾ 4 വീതം ചൂസ് ചെയ്യാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സ്കൂൾസിലും എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആവണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യമുള്ള കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾ ഒന്നുകിൽ സ്കൂൾ ചൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂളിനനുസരിച്ച് നിങ്ങൾ കോമ്പിനേഷൻസ് ചൂസ് ചെയ്യേണ്ടതായിട്ടും വരും. ഇനി ഇതിലെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നിങ്ങൾ 10th എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ +2ൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം മുതൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ സബ്ജക്ട്സിൻ്റെ കൂടെ തന്നെ, ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിക്ക് മാത്സ് കൂടി എക്സ്ട്രാ ആയിട്ട് പഠിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് റെഗുലറിൻ്റെ കൂടെ തന്നെ സ്കോൾ കേരള വഴി ഓപ്പൺ സ്കൂളിംഗ് വഴി ആ പെർട്ടിക്കുലർ പേപ്പർ മാത്രം എഴുതിയിട്ട് അതിൻ്റെ മാർക്കും കൂടി അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കരസ്ഥമാക്കാനുള്ള അവസരം കൂടിയുണ്ട്. പിന്നെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ചേരുന്നത് കൊണ്ട് മാത്രം ഒരു ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിൽക്കരുത്. എന്താണോ നിങ്ങളുടെ താല്പര്യം, എന്താണ് നിങ്ങളുടെ അഭിരുചി എന്താണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വിഷയം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഓരോ വർഷത്തെയും പ്രോസ്പെക്ടസിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ വർഷത്തെയും പ്രോസ്പെക്ടസ് പരിശോധിച്ചിട്ട് മാത്രം അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക. ഓരോ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 10th കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചും വീക്ക് ആയിട്ടുള്ള ഏരിയാസിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് 10th കഴിയുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ 3 മേഖലകളിലേക്ക്, ഒന്നുകിൽ സയൻസിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റുക, അതിനുശേഷം ചെയ്യാൻ പറ്റുക. +2 സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും ഉണ്ടാവുക. +2 കൊമേഴ്സ് ചെയ്ത ഒരാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും ചെയ്യേണ്ടിയിരിക്കുക. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം തീർച്ചയായിട്ടും 10th കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കരിയർ ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ദിശയിലേക്ക് നിങ്ങളുടെ +2 പഠനത്തിനെ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം കൂടുതൽ വിവരങ്ങൾ ഓരോ വർഷത്തെയും പ്രോസ്പെക്ടസിലാണ് അവൈലബിൾ ആവുക. അത് പരിശോധിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ സീരീസിൻ്റെ അടുത്ത ഭാഗത്ത് നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSC കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുക. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് 10th +2 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഇൻഫർമേഷന് വേണ്ടിയും ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളെ ചാനൽ ഉപകാരപ്രദമാണെന്ന് കണ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.